ടയറും ക്വാളിറ്റിയും എല്ലാ കാര്യങ്ങളിലും A to Z എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. അത് ടയർ ക്വാളിറ്റി ഒരു സ്ക്രാച്ച് പോലും പറയാൻ മാത്രം ഉണ്ടാവില്ല. ഉറപ്പ് നമ്മൾ തരുന്നുണ്ട്. 6 മാസത്തേക്ക് ഇവിടുത്തെ ഏത് വണ്ടി എടുത്താലും ഫുൾ വാറണ്ടി ആയിരിക്കും. ബുള്ളറ്റിനൊക്കെ എത്ര ഡൗൺ പേയ്മെന്റ് വരും? ബുള്ളറ്റ് ഒക്കെ സിബിൽ സ്കോർ കറക്റ്റ് ആണെങ്കിൽ 20,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി ഉണ്ടാവുക. MT 1 2 6 വണ്ടികളുണ്ട്. 6 MT ഇരിക്കുന്നുണ്ട്. V4 3 വണ്ടി 3 V4 ഇരിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം V3 വമ്പൻ കളക്ഷൻസ് ഉണ്ടല്ലോ. ഏകദേശം നിങ്ങളുടെ എൻക്വയറിക്കുള്ള എല്ലാ സ്കൂട്ടേഴ്സും വരുന്ന ഒരു ഷോറൂമാണിത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. ഞാനിപ്പോൾ ഉള്ളത് പ്രിയദർശിനി മോട്ടോ പാലസ് എന്ന യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ്. നമ്മുടെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് പറഞ്ഞേ. സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ കയ്പമംഗലം 3 വീടിൽ വരുന്നത്. നമ്മുടെ ഇക്കയുടെ പേര് ഷാനിക്ക എന്നാണ്. പേര് പറയാൻ മറന്നുപോയി. അപ്പൊ ഇവിടുത്തെ കേസ് പറയുകയാണെങ്കിൽ ഒരുപാട് വണ്ടികളുള്ള ഒരു വണ്ടിക്കൊട്ടാരം ഉള്ളിക്കാം. ബുള്ളറ്റിന് ബുള്ളറ്റ്, സ്കൂട്ടറിന് സ്കൂട്ടർ, മൈലേജ് വണ്ടിക്ക് മൈലേജ്, V4 V4, V3 V3, MT MT, പൾസറിന് പൾസർ, അങ്ങനെ നിങ്ങളുടെ എൻക്വയറിക്ക് അനുസരിച്ച് ഒരുപാട് വണ്ടികളുള്ള ഷോറൂമാണിത്. ലൊക്കേഷൻ വരുന്നത് ഇക്ക പറഞ്ഞ പോലെ 3 വീടിക കയ്പമംഗലത്ത് വരുന്നത്, തൃശ്ശൂർ ജില്ലയിലാണ് വരുന്നത്. അപ്പൊ എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഓണക്കോ ഓഫീസും കാര്യങ്ങളല്ലേ. ഓണത്തിന് മാത്രമല്ല, എപ്പോൾ നോക്കിയാലും ഓഫറുള്ള ഒരു ഷോറൂമാണിത്. നമ്മുടെ ഓഫർ എന്താണെന്നൊക്കെയെന്ന് പറഞ്ഞേ. നമുക്ക് എല്ലാ വണ്ടികൾക്കും ഇവിടെ മെയിൻലി വാറണ്ടി ഉണ്ടാവും. ഫുൾ വാറണ്ടി ആയിട്ടാണ് നമ്മൾ 6 മാസത്തിന് വണ്ടികൾ കൊടുക്കുന്നത്. നമുക്ക് എഞ്ചിൻ വാറണ്ടി എന്നുള്ള മാറ്റം ഫുൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് എല്ലാം. പിന്നെ മുമ്പത്തെ പോലെ ഫുൾ ടാങ്ക് ഫ്യൂവൽ, 2 നല്ല ബ്രാൻഡഡ് സൂപ്പർ ഹെൽമെറ്റുകൾ, ഫുൾ സൈസ് വേണ്ടെങ്കിൽ ഫുൾ സൈസ്, ക്ലിഫ് സൈസ്, ഹാഫ് സൈസ് എല്ലാം ഉണ്ട്. പിന്നെ അതുകൂടാതെ നെയിം ട്രാൻസ്ഫർ ഫ്രീ ഉണ്ട്. അതായത് വണ്ടികൾ മിക്കതും ടയറും ക്വാളിറ്റിയും എല്ലാ കാര്യങ്ങളിലും A to Z എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ ഇപ്പൊ വെച്ചാൽ ഓണത്തിന് പ്രത്യേകിച്ച് വെച്ചാല് ഫിനാൻസിന്റെ സ്കീമിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. പലിശ വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡൗൺ പേയ്മെന്റ് ഇത്തിരി കൂടുതൽ അടയ്ക്കണം. സ്പോട്ട് ഫിനാൻസ് ആണ്. അരമണിക്കൂർ വണ്ടി ഡെലിവറി ചെയ്ത് വണ്ടിയുടെ ഫോട്ടോസ് വീഡിയോസും ആധാർ OTP എടുത്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് വണ്ടി കൊണ്ടുപോകണം സെറ്റപ്പ് ചെയ്യാം. അതും ഓൾ കേരള ചെയ്യാം. തൃശ്ശൂർ ജില്ല മാത്രമല്ല, കാസർഗോഡ് ചെയ്യുന്നുണ്ട്. അത് സ്പോട്ട് ഫിനാൻസ് ഇല്ല, അത് പിറ്റേ ദിവസത്തിനൊക്കെ. സ്പോട്ട് ഫിനാൻസ് ഓൾമോസ്റ്റ് കേരളത്തിലെ ഒരു 10 ജില്ല വരെ സ്പോട്ട് ഫിനാൻസ് ഉണ്ട്. ഇപ്പൊ അത് വൈകാതെ ഫുള്ളും ആവും. അത് സ്പോട്ടാണ്. ഓൾ കേരള ലോൺ ചെയ്യാം. പക്ഷെ സ്പോട്ട് ഫിനാൻസ് ഈ 10 ജില്ല. സ്പോട്ട് ഫിനാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എറണാകുളത്തും ആലപ്പുഴ, തൃശ്ശൂര്, മലപ്പുറം, പത്തനംതിട്ട, തിരുവനന്തപുരം, കൊല്ലം, ഇങ്ങോട്ട് കണ്ണൂർ, ഏകദേശം തിരുവനന്തപുരം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് എല്ലാം. അതാ ചില പരിധി ഉണ്ടാവും. അത് ഫുൾ ആവും. ഇപ്പോ അതായത് നമ്മുടെ ബുള്ളറ്റ് സെഗ്മെന്റിന് ഒരു 50-55 രൂപ അടയ്ക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കയ്യോടെ ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ കയ്യോടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഡൗൺ പേയ്മെന്റ് അടയ്ക്കേണ്ട ബുദ്ധിമുട്ട് നോക്കണ്ട. പലിശയില് 4-4.5% കുറവുണ്ട്. ഏകദേശം എനിക്ക് പറയാൻ കിട്ടും 9.9% എന്തോ സ്കീം സ്റ്റാർട്ടിംഗ് ഉണ്ട്. 9.9 തൊട്ട് 13.5 വരെ ഒക്കെ ഉള്ളൂ. മറ്റേ സെർട്ട് ഫിനാൻസ് എന്നൊക്കെ പറയുമ്പോൾ 18-20 ഒക്കെ വരും. മറ്റുള്ള ബാങ്കുകളിൽ അത്ര ഒന്നും വരുന്നില്ല. സ്പോട്ട് ഫിനാൻസ് അതേപോലെ തന്നെ ഡിമിനിഷ് റേറ്റിൽ ചെയ്യാം. -1 അവർക്ക് ചെയ്യാം. അതായത് ലോൺ എടുക്കാത്ത കസ്റ്റമർ ചെയ്യാം. ഏജ് ലിമിറ്റ് 21 എബോവ്. ഇനി 18 വയസ്സുള്ളവർക്കും ചെയ്യാം. അപ്പൊ വീട്ടിൽ ഒരാൾ ഗ്യാരണ്ടർ. പിന്നെ ലാൻഡ് ടാക്സ് ഇല്ലാണ്ട് ചെയ്യാം. ചെക്ക് ലീഫ് വേണ്ട, ഒന്നും വേണ്ട, വെരിഫിക്കേഷൻ ഇല്ല. ജസ്റ്റ് ആധാർ OTP എടുത്ത് ഫിനാൻസിന്റെ സ്കീം സ്പെഷ്യൽ സ്കീമുകളാണ് ഇവിടുത്തെ കസ്റ്റമർക്ക് സ്പോട്ട് ഫിനാൻസ് ചെയ്യാം. സ്കൂട്ടർ സെഗ്മെന്റിൽ ഒരു 30 രൂപ എങ്കിലും ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരും. 30 രൂപ സ്കൂട്ടറിന്. അല്ലാതെ 20-25 അപ്രൂവൽ എടുത്തിട്ട് ചെയ്യണം. അപ്പൊ ഒരു 5-8 കയ്യൊന്ന് കൂട്ടാൻ പറ്റുമെങ്കിൽ കൈയോടെ ചെയ്യാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ 20 കൊണ്ടുവന്നിട്ടുള്ളൂ, നിങ്ങൾ വണ്ടി ഇഷ്ടപ്പെട്ട് ലോൺ ചെയ്ത് നോക്കി പാസ്സായി, നിങ്ങൾക്ക് ഒരാഴ്ചത്തെ ഗ്യാപ്പ് വേണമെങ്കിൽ ഞങ്ങളത് തരാം. വണ്ടി ഇന്ന് തന്നെ കൊണ്ടുപോകണമെന്നില്ല. അവർക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള പേയ്മെന്റ് ഒപ്പിക്കാൻ ഇത്തിരി സമയം വേണമെന്നുണ്ടെങ്കിൽ വണ്ടി ഹാൻഡ് ലോക്ക് ചെയ്തിട്ട് ചാവി അവർ കൊണ്ടുപോട്ടെ. ഈ കിലോമീറ്ററിൽ വണ്ടിന്റെ അവരുടെ പേയ്മെന്റ് എപ്പാവും അവർക്ക് വന്ന് വണ്ടി വിടും. എല്ലാ ഫെസിലിറ്റിയും ഞങ്ങൾ കസ്റ്റമർക്ക് അനുസരിച്ച് ഇവിടെ ചെയ്തു തരുന്നതായിരിക്കും. സൺഡേസിൽ ഓപ്പൺ ആണ്. വീടിന്റെ തൊട്ടടുത്താണ്. അതെ, കാലത്ത് ഒരു 8:30-9 മണി തൊട്ടിട്ട് വൈകിട്ട് ഒരു 7-7:30 വരെ ഉണ്ടാവും. കൈയോടെ ലോൺ ചെയ്ത് ഡെലിവറി നമുക്ക് കുറച്ച് ദൂരമുള്ളവർക്ക് ഞങ്ങൾ വേണമെങ്കിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും. ആ സൗകര്യം ഒക്കെ ചെയ്തുതരാം. കസ്റ്റമർക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പറയാ. വണ്ടി വന്ന് ടെസ്റ്റ് ഡ്രൈവ്, ഇഷ്ടപ്പെട്ട വണ്ടി, അവർക്ക് ഏതാണ് വണ്ടി അനിവാര്യമായ വണ്ടി, അവർക്ക് ഇഷ്ടപ്പെടുന്നത് അതെ രജിസ്ട്രേഷൻ അവർ നോക്കിയിട്ട് എന്തെങ്കിലും പോരായ്മ വണ്ടികൾക്ക് ഉണ്ടെങ്കിൽ 101% വണ്ടി ട്രസ്റ്റ്ഫുൾ ആയിട്ട് വണ്ടി തരും. പിന്നെ വീഡിയോയിൽ കാണുന്ന വില ചിലപ്പോൾ ഇത്തിരി കൂടുതലായിരിക്കും ചില വണ്ടികൾക്ക്. അത് വണ്ടി അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവും. അതും ഫിക്സഡ് റേറ്റ് അല്ല, പറ്റുന്ന രീതിയിൽ നെഗോസിയേഷൻ ചെയ്ത് എല്ലാ വണ്ടിക്കും മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത്. അതായത് വണ്ടി ഫുൾ ഫിറ്റ് കണ്ട നിങ്ങൾക്ക് നോക്കിയോ, സ്കൂട്ടി ആയാലും എല്ലാത്തിന്റെ സ്റ്റീലിന്റെ ഗാർഡ്, ടയർ ക്വാളിറ്റി ഒരു സ്ക്രാച്ച് പോലും പറയാൻ മാത്രം ഉണ്ടാവില്ല. അത്രയും ഉറപ്പ് നമ്മൾ തരുന്നുണ്ട്. പിന്നെ ഈ 6 മാസം വാറണ്ടി ഒന്നും ഒരാളും കൊടുക്കില്ല. വണ്ടി അത്രയും
ഷോറൂം കണ്ടീഷൻ. ഒരു ഷോറൂമിൽ നിന്ന് നമ്മൊരു ഫ്രഷ് വണ്ടി എങ്ങനെ ഡെലിവറി ചെയ്യാം അതേ കണ്ടീഷനിലാണ് സെക്കൻഡ് ഹാൻഡ് വണ്ടി കൊടുക്കണം. അതുകൊണ്ട് തന്നെ മോഡൽ കുറഞ്ഞ വണ്ടികളല്ലാണ്ടില്ല, മോഡൽ കൂടിയത് ഇപ്പൊ 18 തൊട്ട് 23 മോഡൽ വരെയുള്ള വണ്ടികൾ BS4 BS6 മോഡൽ കുറവിന്റെ 2-3 വണ്ടിയൊക്കെ ഉണ്ടാവുള്ളൂ. അത് ആ വണ്ടികൾ പോലും പക്കയാണ്. ബൈക്ക് ആയിക്കോട്ടെ ഏത് വണ്ടിയും എല്ലാ സെലക്ഷനും ഉണ്ട്, വണ്ടിയിൽ എല്ലായിടത്തും രജിസ്ട്രേഷൻ ഉണ്ട്. ധൈര്യമായിട്ട് മെയിനായിട്ട് എനിക്ക് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വണ്ടി മേടിക്കാം. മറ്റുള്ളവരുടെ പോലെ വണ്ടി ഒരു കലാപങ്ങളും ഉണ്ടാവില്ല. ഫുൾ പേപ്പർ ഫിറ്റ് ഇൻക്ലൂഡിങ് പൊല്യൂഷൻ പേപ്പർ. ഇപ്പൊ പൊല്യൂഷനൊക്കെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. വണ്ടി കൊടുക്കുമ്പോൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എല്ലാം അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും ഇനി ആരും ഒന്നും പിടിക്കാൻ പോലും ഒരു MVDയും പിടിക്കില്ല. കാരണം സ്റ്റോക്ക് കണ്ടീഷനാണ് വണ്ടി എല്ലാം. ബുള്ളറ്റ് ആയാലും എന്തായാലും ഒരു ആൾട്രേഷൻസോ കാര്യങ്ങളോ സ്റ്റിക്കർ വർക്കോ ഒന്നും ഉണ്ടാവില്ല. മെയിനായിട്ട് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ പറയാനുള്ള വണ്ടി എടുത്തു കഴിഞ്ഞാൽ നോർമലി ഒരു 3000 കിലോമീറ്റർ കഴിഞ്ഞാൽ നിങ്ങൾ സർവീസ് ചെയ്താൽ മതി. മസ്റ്റ് ആയിട്ട് ചെയ്യണം. ഇപ്പൊ ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളുടെ വണ്ടി എന്നുള്ള ലെവലിൽ എല്ലാതും ഒരു 3000 കിലോമീറ്ററിൽ ഓയിൽ ചേഞ്ച് ചെയ്യാം. കൊണ്ടുപോയിട്ടാലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളോട് പറയാം, ഇവിടെ വന്ന് നമ്മൾ ചെലവ് ചെയ്ത് ഒന്നും ഉണ്ടാവാറില്ല. ഇനി ബൈ ചാൻസ് വന്നാൽ തന്നെ നിങ്ങൾക്ക് ചെയ്തുതരാം. വണ്ടി എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. ഇനി വീഡിയോസിൽ കാണുന്ന സ്ക്രീനിൽ കാണുന്ന 3 നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബൈ ചാൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ തിരിച്ചു വിളിക്കും. എനി ടൈം നിങ്ങൾക്ക് വരാം. വണ്ടി എനിക്ക് പറയാനുള്ള ലെവലിൽ അത്യാവശ്യം പെർഫെക്റ്റ് ആയിരിക്കും. ധൈര്യമായിട്ട് വന്നിട്ട് ഏത് സമയത്തും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി മേടിക്കും. അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യം നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഓൾറെഡി നമ്മൾ കൊടുക്കുന്നുണ്ട്. പ്രിയദർശിനി മോട്ടോർ പാലസ് സെർച്ച് ചെയ്താൽ കാണാം. സെർച്ച് ചെയ്തിട്ട് എന്തെങ്കിലും സ്പെല്ലിംഗിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇവിടുത്തെ വാട്സ്ആപ്പ് നമ്പറിൽ 3 നമ്പറിൽ വാട്സ്ആപ്പിൽ ഒരു ഹായ് വിട്ട് കഴിഞ്ഞാൽ ലിങ്ക് വായിച്ചു തരാം. അത് ഫോളോ ചെയ്താല് തുടർന്ന് വരുന്ന വണ്ടികൾ ഞങ്ങൾ അതിൽ അപ്ഡേറ്റ് ചെയ്യും. ഈ വണ്ടികളൊക്കെ സ്പെസിഫിക് സെപ്പറേറ്റ് ഫോട്ടോസ് 10 ഫോട്ടോ വീതം ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. ആ ഇൻസ്റ്റാഗ്രാം പേജിലുള്ള ചിലത് അടിയിൽ കിടക്കുന്ന വണ്ടികളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. സോൾഡ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ സോൾഡ് എന്ന് കൊടുക്കാറില്ല, റിമൂവ് ആക്കിയിട്ടുണ്ടാവും. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓൾമോസ്റ്റ് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയാം. എന്നാൽ പുതിയ വില പ്രേക്ഷകർക്ക് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കാര്യം കോൺടാക്ട് ചെയ്യാം. എപ്പോഴും ഞങ്ങളോട് ഉണ്ടാവും എന്താവശ്യത്തിൽ. അപ്പൊ നമുക്ക് ഒരു വണ്ടിയായിട്ട് പരിചയപ്പെട്ടല്ല. വണ്ടി പരിചയപ്പെടുത്തുന്നത് മുന്നാസാണ്. മുന്നാസ് നമ്മുടെ ഒരുപാട് വീഡിയോസിലെ വന്ന ഒരു മുഖപരിചയമുള്ള ആളാണ്, എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് നോക്കാൻ നേരത്ത് ബുള്ളറ്റിന് വമ്പൻ കളക്ഷൻസ് ഉണ്ടല്ലേ? ഏകദേശം എത്ര ബുള്ളറ്റ് ഉണ്ട് അവിടെ? ബുള്ളറ്റ് തന്നെ ഒരു 38 വണ്ടിയോളം ഉണ്ട്. ഏകദേശം 38 എണ്ണിട്ടുണ്ടോ? രാവിലെ എണ്ണായിരുന്നോ? അല്ല, ഒരു ഏകദേശം. പിന്നെ 3 വണ്ടി പുറത്ത് സർവീസിന് കൊടുത്തിട്ടുണ്ട്. ബുള്ളറ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് 2016 മോഡൽ തൊട്ട് 2021 വരെയുള്ള മോഡല് ബുള്ളറ്റ് മാത്രമുണ്ട്. അപ്പൊ നമുക്ക് എല്ലാത്തിന്റെയും ഓടിച്ചിട്ട് അങ്ങോട്ട് നൈസായിട്ട് പറഞ്ഞോളൂ അല്ലേ? 2015 16 15,16 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി, സ്റ്റാൻഡേർഡ്. എത്ര റേറ്റ് വരുന്നത്? 350. ഇതിന്റെ റേറ്റ് വരുന്നത് 1 രൂപ. 1 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. അപ്പൊ ബാക്കി മോഡൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ 2018 വണ്ടികളാ. 2018 വണ്ടി എത്ര വരും? 2018 ഒക്കെ 1.34 വരും. വണ്ടി എങ്ങനെ കണ്ടീഷൻ വണ്ടിയല്ലേ? വണ്ടി ഏത് വണ്ടിയാണെങ്കിലും 6 മാസം ഫുൾ വാറന്റി ഉണ്ടാവും. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഓഫർ വരുന്നത് ഫുൾ ടാങ്ക് പെട്രോള് 6 മാസം ഫുൾ വാറന്റി ആയിരുന്നു. എഞ്ചിൻ വാറന്റി ആയിരുന്നു. നമ്മളിപ്പോ ഫുൾ വാറന്റി ആയിട്ടുണ്ട്. അതായത് ഒരു വണ്ടിക്ക് ഫുൾ വാറന്റി ആണ്. വണ്ടി എത്ര ആളത്തേക്കാണ്? 6 മന്ത്, 6 മാസത്തേക്ക് ഇവിടുത്തെ ഏത് വണ്ടി എടുത്താലും ഫുൾ വാറന്റി ആയിരിക്കും. അതെ. പിന്നെ എല്ലാ വണ്ടിയും സിംഗിൾ ഓണർ വണ്ടികളായിരിക്കും. ലോ കിലോമീറ്റർ, എഞ്ചിൻ ഓയിലൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. എഞ്ചിൻ ഓയിലൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ അതായത് പുതിയ വണ്ടി എടുക്കുന്ന രീതിയിൽ നമുക്ക് എടുത്തിട്ട് പോകാം. അതായത് വണ്ടി എടുത്തതിന് ശേഷം നോർമലി ഒരു 3000 കിലോമീറ്റർ മാത്രം ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ ഈ ബർഗ്മാന്റെ സ്റ്റോറി ആണെങ്കിലോ? പേര് മാറിപ്പോയി. എയറോക്സ് എത്ര വരും? 2021-22 മോഡല്. 2020-21 മോഡല്. അതൊക്കെ 1.62 വരും. 1,62,000 കൊടുക്കാം. സിംഗിൾ ഓണർ ലോ കിലോമീറ്റർ വണ്ടിയാണ്. അപ്പോ ഈ ബുള്ളറ്റ് ഏതാ മോഡല്? ഇതൊക്കെ 18 ലാസ്റ്റ് റേഞ്ച് ഏകദേശം ആ ഒരു കിലോമീറ്റർ ഒക്കെ ഏകദേശം നമ്മൾ പറഞ്ഞ ഇതൊക്കെ 22,000 കിലോമീറ്റർ, 30,000 കിലോമീറ്റർ താഴെയുള്ള വണ്ടികളാണ് എല്ലാം വരുന്നത്. അപ്പൊ ഒരു പാഷൻ പ്ലസ് ഇരിക്കുന്നുണ്ടല്ലോ. പാഷൻ പ്ലസ് 2024 മോഡല്, സിംഗിൾ ഓണർ വണ്ടി, 5000 കിലോമീറ്റർ ഓടി ഉള്ളൂ. 5000 കിലോമീറ്റർ ഫ്രീ സർവീസ് ഒക്കെ ബാക്കിയുണ്ട്. അപ്പൊ എത്ര കൊടുക്കാൻ പറ്റും? ഇതിന്റെ റേറ്റ് വരുന്നത് 89 രൂപ. 89,000 രൂപ. ഫിനാൻസിന്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെ മതി. ഓൾ കേരള ഫിനാൻസ് ഉണ്ട്. ഇപ്പോൾ ഓൾ കേരള ഫിനാൻസ് ഉണ്ട്. ബുള്ളറ്റിനൊക്കെ എത്ര ഡൗൺ പേയ്മെന്റ് വരും? ബുള്ളറ്റ് ഒക്കെ സിബിൽ സ്കോർ കറക്റ്റ് ആണെങ്കിൽ 20,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി ഉണ്ടാവുക. സിബിൽ സ്കോർ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യണം. സിബിൽ സ്കോർ ഓക്കെ ആണെങ്കിൽ വെറും 20,000 ഡൗൺ പേയ്മെന്റ് വണ്ടി എടുക്കാം. എന്നാലും നിങ്ങളൊരു 25-30 കരുതിക്കുള്ളൂ. കാരണം ഇൻ കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് പ്രശ്നം വരുത്. കസ്റ്റമർ പരമാവധി ഡൗൺ പേയ്മെന്റ് കൂട്ടി അടച്ചാൽ അവർക്ക് ബെനിഫിറ്റ്. കൂട്ടി അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും ഉണ്ടാവും. അതെ.
അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ HF Deluxe ഇരിക്കുന്നുണ്ടല്ലോ. HF Deluxe 2018 മോഡലും 2021 മോഡലും. 2018 ഇത് 2018 ആണോ? 21 റേറ്റ്. ഇതൊക്കെ റേറ്റ് വരാൻ 68 രൂപ വരും. 68 രൂപ വരാൻ പറ്റും. ഡൗൺ പേയ്മെന്റ് കേസ് പറഞ്ഞാൽ ഏകദേശം ഒരു 20 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റും. അപ്പോൾ ഈ ബുള്ളറ്റിന്റെ കേസ് പറഞ്ഞേക്ക് ഒരു വെറൈറ്റി അല്ലേ? ഇതൊക്കെ 2019 ലാസ്റ്റ് 20 സ്റ്റാൻഡേർഡ് തന്നെ ഹാഫ് ബ്ലാക്ക് എഞ്ചിൻ വരുന്നത്. സ്റ്റിക്കർ ടൈപ്പ് എംബ്ലം. നമുക്ക് എത്ര എടുക്കാൻ പറ്റും? ഇതിന്റെ റേറ്റ് വരുന്നത് 173. 173 കിലോമീറ്റർ എത്രയായിരുന്നു? ഇതിന്റെ 18,000 കിലോമീറ്റർ, ഇത് 19,000 കിലോമീറ്റർ. രണ്ടും സിംഗിൾ ഓണർ വണ്ടികൾ തന്നെ. എമൗണ്ട് എത്ര വരും? ഇതിന്റെ റേറ്റ് പറഞ്ഞ ഇതിന്റെ റേറ്റ് 187 വരാൻ പറ്റും. ഇതും ഏകദേശം ഒരു 2021 ലാസ്റ്റ് ഇഞ്ചക്ടർ ടൈപ്പ് ഉണ്ടാ. ഫ്യൂൽ ഇഞ്ചക്ഷൻ. ഇത് കാർബറേറ്റർ. അതിന് റേറ്റ് മൈലേജ് ഉണ്ടാവില്ല വണ്ടിക്കൊക്കെ. മൈലേജ് ഉണ്ടാവും. ഈ ബുള്ളറ്റിനൊക്കെ ഏകദേശം മൈലേജ് ഉണ്ടാവും പറയുകയാണെങ്കിൽ. ഇതൊക്കെ ഒരു 50-55 അടുത്ത് മൈലേജ് ഉണ്ടാവും. പിന്നെ ബാക്കിയൊക്കെ നമ്മളെ യൂസിംഗ് അനുസരിച്ചായിരിക്കും. അപ്പോ ഇതാണെങ്കിലാ ഇത് സ്റ്റാൻഡേർഡ് ES 350. ഇത് കിലോമീറ്റർ 35,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ഈ വണ്ടി കിടങ്ങ് 183 സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. പ്ലാറ്റിനയുടെ കുറച്ച് കളക്ഷൻസ് ഇരിക്കുന്നുണ്ടല്ലോ അവിടെ. പ്ലാറ്റിന ഇരിക്കുന്നുണ്ട്. ഒരു രണ്ട് CT രണ്ടെണ്ണം ഉണ്ടല്ലേ? CT 100 ഉണ്ട്, CT 110X ഇരിക്കുന്നുണ്ട്. പ്ലാറ്റിനയുടെ കേസ് പറയുകയാണെങ്കിൽ എത്ര വരും? പ്ലാറ്റിന 2019 വണ്ടി 56 രൂപ. 56,000 ഒരു 15-20 രൂപ ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് ഇറക്കാൻ പറ്റും. അതാണെങ്കിലോ പ്ലാറ്റിന രണ്ടും റേറ്റിന് ചെറിയ വ്യത്യാസം വരുന്നത്. ഈ ഒരു ബെല്ലി ഇരിക്കുന്നുണ്ടല്ലോ. ബെല്ലി 2022 ക്ലീൻ വണ്ടിയാണല്ലേ? അതെ, കുഴപ്പങ്ങളൊന്നും കാണാനില്ല. നോക്കട്ടെ വണ്ടിയാണ്. അത്യാവശ്യം നല്ല പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി ഫുള്ള് നോക്കുകയാണെങ്കിൽ വേറെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും കാണാനില്ലല്ലേ? സെക്കൻഡ് സീ കുറവാണ്. എന്താണ് സെക്കൻഡ് സീൽ കുറവാണ്. വണ്ടി അധികം സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ കാണാത്ത വണ്ടിയാണ്. നമുക്കിത് മാക്സിമം എത്രയും കൊടുക്കാൻ പറ്റും? ഇതിന് 2.8 2,08,000 രൂപ. അതിലെന്തെങ്കിലും വ്യത്യാസം ഈ പറഞ്ഞ റേറ്റിനൊക്കെ ഈ പറഞ്ഞ വണ്ടികൾക്കെല്ലാം മാക്സിമം ഓണം പ്രമാണിച്ച് നമ്മൾ മാക്സിമം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അതെ, പിന്നെ ഓഫറുകളും കാര്യങ്ങളും വിട്ടുതരും. ഓഫർ നമ്മുടെ ഫുൾ ടാങ്ക് പെട്രോൾ, 6 മാസം ഫുൾ വാറണ്ടി, ഹെൽമെറ്റ്, നെയിം ട്രാൻസ്ഫറിങ്. അതെ, വേറെ ഒന്നും ഉണ്ടായിരുന്നല്ലോ. പിന്നെ മഴക്കാലമായോണ്ട് റെയിൻ കോട്ട് കൊടുത്തായിരുന്നു. ഇൻഷുറൻസ് പിന്നെ പേപ്പേഴ്സ് ഫുൾ ക്ലിയർ ആക്കിയിട്ട് കൊടുക്കും. ഇൻഷുറൻസ് നമ്മൾ പക്കയായിട്ട് കൊടുക്കുള്ളൂ. അതെ, ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ഫുൾ പേപ്പർ ഭാഗങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ട് പുതിയ വണ്ടി എടുക്കുന്ന രീതിയിൽ നമുക്ക് ഒരു വണ്ടി കിട്ടും. അതാണ് ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. ഇങ്ങോട്ട് വരുമ്പോ ക്ലാസിക്കിന്റെ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ടല്ലോ. ബ്ലാക്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. നമുക്ക് ബ്ലാക്കിന് എന്ത് റേറ്റ് വരും? ഇതൊക്കെ സ്റ്റാർട്ടിംഗ് ഒരു 1.38 1,38,000 രൂപ വരും. 2018 മോഡല് 30,947 കിലോമീറ്റർ, 27,000 കിലോമീറ്റർ. ഇതാണെങ്കിലാ കിലോമീറ്റർ ഏകദേശം 30,000 കിലോമീറ്റർ താഴെ 35 താഴെ വണ്ടികളായിരിക്കുള്ളൂ എല്ലാം വരുന്നത്. അപ്പൊ ഇതിനൊക്കെ ഡൗൺ പേയ്മെന്റ് പറയുകയാണെങ്കിൽ ഒരു 25 രൂപ മാക്സിമം പറയാം നമുക്ക്. അതെ, അപ്പൊ അതേ പറഞ്ഞ പോലെ 25 പറഞ്ഞാലും ചെറിയ എമൗണ്ട് കൈ കരുതിക്കോളൂ. അങ്ങോട്ട് വ്യത്യാസങ്ങൾ സാധ്യത കൂട്ടി അടച്ച സ്പോട്ട് ലോൺ ചെയ്യാം. ഈ എക്സ്പെൽസിന്റെ കളക്ഷൻസ് 1, 2, 3, 4, 5 അത് 4 ഇരിക്കുന്നുണ്ട്. അത് 4 ഉണ്ട്. 4 എന്ത് റേറ്റ് വരും? 4 വീക്ക് 1.58 1,58,000 രൂപ വരും. അതൊരു 35-40 ഡൗൺ പേയ്മെന്റ് ലോൺ ചെയ്ത്. ഇതാണെങ്കിലോ നോർമല്? ഇതൊക്കെ ആണെങ്കിലും ഡൗൺ പേയ്മെന്റ് ഒക്കെ സെയിം ആണ്. എക്സ്പെൻസ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരും നമുക്ക് 1.32 1,32,000 വരും. അത്യാവശ്യം ഇപ്പൊ നമ്മൾ പറഞ്ഞാലും റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് വരാൻ നേരത്ത് ഒരുപാട് സ്കൂട്ടറിന്റെ കളക്ഷൻസും ബൈക്കുകളും പിന്നെ V3, V4, MT എല്ലാ വണ്ടികളുണ്ട്. അപ്പൊ നമുക്കത് പരിചയപ്പെട്ടാലോ? അപ്പൊ നമുക്ക് കുറച്ച് ബൈക്കിലേക്ക് കടന്നാലോ? കാരണം ഇത്ര നേരം നമ്മൾ പരിചയപ്പെട്ടത് ബുള്ളറ്റുകളും എക്സ്പെൽസ് ഒക്കെ ആയിരുന്നു. ഇങ്ങോട്ട് വരുമ്പോ യൂണിക്കോണിന്റെ 1, 2, 3 യൂണിക്കോൺ ഇരിക്കുന്നുണ്ട്. 150 2019 മോഡലോട്ട് 2019 ലാസ്റ്റ് ABS വരുന്ന മോഡൽ വരെ ഉണ്ട്. റേറ്റ് എത്ര വരുന്നത് ഏകദേശം? ഇതിന്റെ റേറ്റ് വരുന്നത് 87 രൂപ മുതൽ റേറ്റ് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. ഇതൊക്കെ ഒരു 35 രൂപയും ലോൺ ചെയ്തിറക്കുന്നുണ്ട്. ഇത് പൾസർ 150 ഇരിക്കുന്നത് ലിമിറ്റഡ് അല്ലേ? ലിമിറ്റഡ് എഡിഷൻ അല്ലേ? അതെ, ABS വരുന്ന മോഡൽ 2019 ലാസ്റ്റ് വണ്ടി വേണ്ടിട്ട്. എത്ര കൊടുക്കാൻ പറ്റും? ഇതൊക്കെ ആണെങ്കിൽ ഒരു 82 രൂപ ഉണ്ടെങ്കിൽ വണ്ടി റേറ്റ് വരുന്നത്. പിന്നെ ഇത് 220 പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ? 220 അല്ല, 180F. 180F ആണ് 220 കിറ്റ് ഇട്ടേക്കുന്നതാണോ? അല്ല, 180F എന്നാണ് 220. ഓക്കെ. ഇത് എത്രയാണ് വരും? ഇതിന്റെ റേറ്റ് വരുന്നത് 1.18 1,18,000 രൂപ. ഒരു 25-30 ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റുന്നുണ്ട്. 35 രൂപ. NS ഇരിക്കുന്നുണ്ടല്ലോ. NS 160 ഉണ്ട്, 200 ഉണ്ട്. ഇത് 160 ആണോ? ഇത് BS4 വണ്ടികൾ, ഇത് BS6 വണ്ടി. ഇത് 160 ഇതല്ലേ? 160 2018-19 മോഡല്. റേറ്റ് വരുന്നത് 87 രൂപ. 87 രൂപ വരും. ഇതാണെങ്കിലോ? ഇതാണെങ്കിൽ 98 രൂപ. 98 രൂപ വരും. ഇതാണെങ്കിലോ? 200 1.52 1,52,000. BS6 വണ്ടിയാണ്. MT 1, 2, 3, 4, 5, 6 MT ഇരിക്കുന്നുണ്ട്. ഇതിനകത്ത് മോഡൽ കൂടി MT ഏതാ? ഈ വണ്ടി
ഈ വണ്ടി 2023-24 2023-24 വണ്ടികളാണ് വരുന്നത്. നമ്മുടെ ആസ്കിംഗ് പ്രൈസ് എത്ര വരും? ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത് 1.89. 1.89 വരുന്നത്. നമുക്ക് ക്ലീൻ വണ്ടിയാണല്ലോ, കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും. ആ ടയറിന്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മളെല്ലാം ഏകദേശം പുതിയ ടയർസ് ഇറക്കുന്നത്. കേസ് കുറച്ച് കുറഞ്ഞ ടയർ ആണെങ്കിൽ മാറ്റി കൊടുക്കാൻ പറ്റും. CAT അല്ലെങ്കിൽ MRF-ന്റെ പുത്തൻ ടയർ തന്നെ ഇടുള്ളൂ. ഓക്കെ. അതായത് ഓൾമോസ്റ്റ് നല്ല ടയർ ആണ്. ഇൻ കേസ് ടയർ കുറവുള്ള വണ്ടികളാണെങ്കിൽ നമുക്ക് ടയർ ഒക്കെ മാറ്റി സെറ്റ് ആക്കി കൊടുക്കാൻ പറ്റുമോ? പിന്നെ കൊടുക്കാൻ പറ്റും. ഓൾറെഡി എല്ലാം സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. MTK എത്ര ഡൗൺ പേയ്മെന്റ് വരും? ഇതിനൊക്കെ ഒരു 35-40 ഉണ്ടെങ്കിൽ ഇറക്കിയുണ്ടോ? ഏകദേശം 35-40 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. ഇങ്ങോട്ട് വരുമ്പോൾ V3 V4 ഒക്കെ അല്ലേ ഇരിക്കുന്നത്? V4 ഉണ്ട്, V4 എത്ര ഉണ്ട്? V4 3 വണ്ടി, 3 V4 ഇരിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം V3. വമ്പൻ കളക്ഷൻസ് ഉണ്ടല്ലോ. V3 ഉണ്ട്, ഒരു V2 ഉണ്ട്. V2 ഉണ്ട്. നമുക്ക് V2 ഏതാ? V2 2016 മോഡൽ, 15 മോഡൽ. 2015 മുതൽ V2 ഇരിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം V4ഉം V3. അപ്പോൾ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ ഇയർ വരുമ്പോൾ ഏത് ഇയർ മുതലാണ് വരുന്നത്? 2020 മുതൽ 2021 വരെ. 2020 മുതൽ 2021 മോഡൽ വരെയുള്ള V3ഉം V4ഉം ഇരിക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം ഡൗൺ പേയ്മെന്റ് എത്രയാണ് ഇറക്കാൻ പറ്റും വണ്ടി? ഇതിനൊക്കെ ഒരു 35 രൂപ, നേരത്തെ പറഞ്ഞ 35 രൂപ, ഏകദേശം 35-40 ഡൗൺ പേയ്മെന്റ് വരും. ഇത് V4 അല്ലേ? V4 നമുക്ക് എന്ത് വില വരും ഏകദേശം? ഈ V4 1.92. 1,92,000 രൂപയ്ക്ക് കിടലും വണ്ടി ഇരിക്കുന്നുണ്ട്. ഈ V3 ആണെങ്കിലോ? ഇതാണെങ്കിലും ഇതൊക്കെ 1.52 ആ റേഞ്ച്, 58. ഇത്രയും വണ്ടി ഉള്ളതുകൊണ്ടാണ് എല്ലാത്തിൻ്റെ വില എടുത്ത് പറയാത്തത്. ഏകദേശം 35-40 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ്. ഇങ്ങോട്ട് വരുമ്പോൾ RS 200ന്റെ കളക്ഷൻസ് ഇരിക്കുന്നുണ്ട് അല്ലേ? RS 5 വണ്ടിയോളം, 1 2 3 4 5 വണ്ടി, 5 RS 200 RS ഇരിക്കുന്നുണ്ട്. RSന്റെ റേറ്റ് എത്ര വരുന്നത്? RS 2018 മോഡലോട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 2018 മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. നമുക്ക് എത്രയും കൊടുക്കാൻ പറ്റും? 1.39 റേറ്റ് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. 1,39,000 രൂപ വരുന്നുണ്ട്. നമുക്ക് ഡൗൺ പേയ്മെന്റ് കേസ് വരെ എത്ര വരും? ഇതിനൊക്കെ ഒരു 40 രൂപ, 40,000 ഡൗൺ പേയ്മെന്റ് നമുക്ക് കിടിലം വണ്ടികൾ ഇരിക്കുന്നുണ്ടല്ലേ? പിന്നെ ഡൊമിനോർ ഇരിക്കുന്നുണ്ട് 400. വേറെ വരാനുണ്ടോ വണ്ടി? കണ്ട വണ്ടി അല്ലാതെ എന്തെങ്കിലും നമുക്ക് വരാനുണ്ടാവല്ലോ? RS വരാനുണ്ട്, ബുള്ളറ്റ് വരാനുണ്ട്. ഏകദേശം നിങ്ങൾ നോക്കുകയാണെങ്കിൽ വണ്ടി നിറഞ്ഞിരിക്കുകയാണ്. ഏകദേശം നമുക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടില്ലേ കയറാൻ വേണ്ടിയിട്ട്? ഓൾമോസ്റ്റ് നമ്മുടെ ഇവിടുത്തെ വണ്ടിയുടെ എണ്ണം പറയുകയാണെങ്കിൽ എത്ര ഉണ്ടാവും? കഴിഞ്ഞ ദിവസം 138 വണ്ടി. 138. ഏകദേശം പിന്നെ പുറത്ത് വേറെ വണ്ടികളുണ്ട്. മൊത്തത്തിൽ 200 വണ്ടികൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഏകദേശം 150-200 ഇടയിലുള്ള വണ്ടികൾ നമ്മൾ സ്റ്റോക്ക് വെച്ചിട്ടുള്ളൂ. പിന്നെ കുറച്ച് വണ്ടികൾ പുറത്തുണ്ട്, കാരണം നമുക്ക് നടക്കാൻ സ്ഥലം വേണ്ടേ. പിന്നെ ടെസ്റ്റ് ഡ്രൈവിനൊക്കെ പോയിട്ടുണ്ടല്ലേ, കുറച്ച് ആൾക്കാർ നോക്കിയിട്ട് പോയിട്ടുണ്ട്. ഈ ഡൊമിനോറിന്റെ റേറ്റ് എത്ര വരും? ഡൊമിനോർ 1.57 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 1,57,000 രൂപ വരും. നമുക്കിത് എത്രയും ഡൗൺ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ 30 രൂപ, 35-40 രൂപ. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ബൈക്കിന്റെ സെക്ഷൻ പറയാനുള്ളത്. ബൈക്ക് ഇനിയുണ്ട്. നമ്മൾ ഇനി പോകാൻ പോകുന്നത് സ്കൂട്ടറിന്റെ അമ്മ കളക്ഷൻസിലേക്ക് അല്ലേ? അതെ. DU ഇരിക്കുന്നുണ്ട്. പിന്നെ ഏത് മോഡൽസ് ഉണ്ട്? ഏവിയേറ്ററിന്റെ ആക്സസ് ഉണ്ട്, ജൂപ്പിറ്ററിന്റെ എൻടോർക്ക്, എല്ലാ വണ്ടികളും ഉണ്ട്. ഏകദേശം നിങ്ങളുടെ എൻക്വയറിക്കുള്ള എല്ലാ സ്കൂട്ടേഴ്സും വരുന്ന ഒരു ഷോറൂമാണിത്. കുത്തി നിറച്ച് വണ്ടികൾ വെച്ചേക്കെന്ന് പറയാല്ലേ? അതെ. ഇത്രയും സ്കൂട്ടേഴ്സ് ഒന്നും മറ്റേ ടൈം പല ഷോറൂമിലും കാണാനില്ല. സ്കൂട്ടേഴ്സിന്റെ റേറ്റ് പറയുകയാണെങ്കിൽ നമുക്കൊന്ന് ഓടിച്ചിട്ട് പറയാല്ലേ? ഈ ഡിയോയുടെ റേറ്റ് ഒക്കെ എത്ര വരും? ഡിയോ സ്റ്റാർട്ടിംഗ് 2023 ആണോ 22 ആണോ? 2020 മോഡൽ ഏകദേശം എത്ര വരും? ഇതിനൊക്കെ റേറ്റ് സ്റ്റാർട്ടിംഗ് 79 രൂപ സ്റ്റാർട്ടിംഗ്, 79,000 രൂപ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. നമുക്കൊരു BS4 വേറുണ്ട്. നമുക്ക് ഏകദേശം 25 ഡൗൺ പേയ്മെന്റിലൊക്കെ വണ്ടി ഇറക്കിക്കൊണ്ടു പോകാൻ പറ്റും. പിന്നെ പറയുകയാണെങ്കിൽ ആക്റ്റീവ ഇരിക്കുന്നുണ്ട്, 6G ഇരിക്കുന്നുണ്ട്. ഏവിയേറ്റർ എത്ര വരും? ഏവിയേറ്റർ 69 രൂപ, 69,000 രൂപ ഏവിയേറ്ററിന്. 2019 മോഡൽ കേട്ടോ. 2019 ആക്സസിന്റെ രണ്ട് കളക്ഷൻസ് ഇരിക്കുന്നത്. ആക്സസ് ഒക്കെ ആണെങ്കിൽ 70 രൂപ സ്റ്റാർട്ടിംഗ്, 70 രൂപ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. ഏത് ഇയർ വരുന്നത്? 2019-21. 2019-21 വണ്ടിയെല്ലാം ക്ലീൻ വണ്ടിയാണ്. എടുത്തെടുത്ത് ഞാൻ പറയുന്നത് ഗാർഡ് കാര്യങ്ങളൊക്കെ ഫുൾ ഫിറ്റിംഗ് ഉണ്ട്, ഫുൾ ഫിറ്റിംഗ് ഉള്ള വണ്ടിയാണ്. കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ എല്ലാ വണ്ടിയും ഇത്രയും വണ്ടികളുള്ള ഓരോ വണ്ടി എടുത്തെടുത്ത് പറയാൻ പറ്റില്ല, കാരണം അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലിപ്പ് നമ്മുടെ ഇത് കൂടി പോകും, ലെങ്ത് കൂടി പോകും. മാസ്റ്റർ എഡ്ജ് അല്ലേ? മാസ്റ്റർ എഡ്ജ് 2019 വണ്ടി, 21 വണ്ടി. ഇതിന്റെ റേറ്റ് വരണമെങ്കിൽ 66 രൂപ സ്റ്റാർട്ടിംഗ് വരും. 66 മുതൽ സ്റ്റാർട്ടിംഗ് വരും. എൻടോർക്കിന്റെ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. അണ്ടോർക്ക് ഉണ്ട്. എൻടോർക്ക് ഇതിനെന്ത് വരും? ഈ യെല്ലോന് 68 രൂപ, 68,000 രൂപ വരും. ഏത് ഇയർ വരുന്നത്? 2019 ലാസ്റ്റ്. 2019 ലാസ്റ്റ് വരുന്നുണ്ട്. റേസ് എഡിഷൻ എന്ത് റേറ്റ് വരും? അത് 2021 മോഡൽ, അതൊക്കെ 89 രൂപ വരും. 89,000 രൂപ വരും. ഏകദേശം ഒരു ഡൗൺ പേയ്മെന്റ് പറയാൻ എത്ര വരും? 28 രൂപ. 28 രൂപ. ഒരു 25 രൂപയുടെ ഇടയിൽ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് എൻടോർക്ക് കിട്ടും. സ്കൂട്ടേഴ്സിനാണെങ്കിൽ പൊതുവെ ഒരു 20,000 21,000 ഡൗൺ പേയ്മെന്റ് ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഒരു ജൂപ്പിറ്റർ ഇരിക്കുന്നുണ്ടല്ലോ, അതേതാ മോഡല്? 2019 ലാസ്റ്റ്. 2019 ലാസ്റ്റ് 24,785 കിലോമീറ്റർ വരുന്നുണ്ട്. സിംഗിൾ ഓണർ, ഗാർഡ് കാര്യങ്ങൾ നമുക്ക് എത്ര ഇറക്കാൻ പറ്റും? ഇതൊക്കെ 76 രൂപ റേറ്റ് പറയണത്. 76,000 രൂപ വരുന്നുണ്ട്. നമുക്ക് ഏകദേശം ഡൗൺ പേയ്മെന്റ് വരികയാണെങ്കിൽ ഇതിന് 25 രൂപ 25 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും.
ഇങ്ങോട്ട് വരുമ്പോൾ ഡിയോയുടെ കളക്ഷൻസ് ഇരിക്കുന്നുണ്ടല്ലേ, വീണ്ടും ഇരിക്കുന്നുണ്ടല്ലേ? ഡിയോ BS4 വണ്ടികൾ, BS4 വണ്ടികളാണ്. BS4 ആക്റ്റീവ എന്താ റേറ്റ് വരുന്ന? ആക്റ്റീവ ഇതൊക്കെ ഒരു 63 രൂപ വരും. 63,000 രൂപ. കിലോമീറ്റർ പറയുകയാണെങ്കിൽ 22,802. ആദ്യമേ പറഞ്ഞ പോലെ ഏകദേശം 30,000 കിലോമീറ്റർ താഴെയുള്ള വണ്ടികളാണ്. ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ ആയിരിക്കില്ലേ നോർമലി? നമ്മൾ ഏകദേശം 90% വണ്ടികളും സിംഗിൾ ഓണർ. 90 മേലെ വരുമോ? 90 മേലെ ഉണ്ടാവും. അപൂർവം ചില വണ്ടികളെ സെക്കൻഡ് ഓണർ. ഓൾമോസ്റ്റ് മിക്ക വണ്ടികളും ഏകദേശം സിംഗിൾ ഓണർഷിപ്പ് ആയിരിക്കും. ഡിയോയുടെ കേസ് പറയുകയാണെങ്കിൽ 1, 2, 3 ഡിയോടെ ഇരിക്കുന്നുണ്ടല്ലേ? ഇത് 23,000 കിലോമീറ്ററോടെ ഡിയോണ്. ഇത് 24,000 ഇതാണെങ്കിൽ 34,000. നമുക്ക് ഇത് എത്രയാണ് കൊടുക്കാൻ പറ്റും? ഇതൊക്കെ ഡിയോ സ്റ്റാർട്ടിങ് വരുന്നത് 57 രൂപ സ്റ്റാർട്ടിങ് വരുന്നത്. 57 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. സിംഗിൾ ഓണർ വണ്ടികൾ, ഗാർഡ് കാര്യങ്ങൾ എല്ലാത്തിനും ഗാർഡും കാര്യങ്ങളും ഉണ്ടോ? ബാക്കിൽ നമുക്ക് ജസ്റ്റ് കാണിച്ചു കൊടുക്കാം. ഫുൾ ഫിറ്റിംഗ് ആയിരിക്കും. ഫിറ്റിംഗ് ഉള്ള വണ്ടിയാണ്. എക്സ്ട്രാ ഒന്നും ചെയ്യാനില്ല വണ്ടി എടുത്തു കഴിഞ്ഞാൽ. പ്രൊട്ടക്ഷൻ ഉള്ള വണ്ടിയാണ്. ഡൗൺ പേയ്മെന്റ് 15-20 ഡൗൺ പേയ്മെന്റ് 20 രൂപ 25 രൂപ ഇറക്കി ഉണ്ടാവാൻ പറ്റും. ഏകദേശം ആ റേഞ്ച് തന്നെ. ഫാസ്റ്റിന് വേണമെങ്കിൽ ഇത് 29,000 കിലോമീറ്റർ, ഇത് 28,000 കിലോമീറ്റർ, അത് 18,000 കിലോമീറ്റർ. നമ്മുടെ റേറ്റ് എത്ര വരുന്ന സ്റ്റാർട്ടിങ്? ഇതൊക്കെ റേറ്റ് സ്റ്റാർട്ടിങ് 58 രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 58 മുതൽ വരുന്നുണ്ട്. പിന്നെ വെറും 24,000 കിലോമീറ്റർ ഓടി. ഇതും 27,000 കിലോമീറ്റർ. ഇതെല്ലാം സിംഗിൾ ഓണർഷിപ്പ് ആയിരിക്കും. നമുക്ക് എത്രയാണ് കൊടുക്കാൻ പറ്റും? ഇതൊക്കെ ഒരു 48 രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 48 രൂപ മുതൽ വരുന്നുണ്ട്. പ്ലഷർ ഇരിക്കുന്നുണ്ട്. പ്ലഷർ കൊണ്ട് ഒരു വിഗോ 1 ടൺ ഇരിക്കുന്നു. ഈ പ്ലഷർ ആണെങ്കിൽ 15,000 കിലോമീറ്റർ, ഇതാണ് 28,000 കിലോമീറ്റർ. നമുക്ക് 15 എത്രയാണ് കൊടുക്കാൻ പറ്റും? ഇതൊക്കെ ഒരു 57 ഉണ്ട്. 57 കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും സ്കൂട്ടേഴ്സ് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കാണുന്നത് ഒരുപാട് മൈലേജ് വണ്ടികളാണല്ലേ? സ്പ്ലെൻഡർ ഉണ്ട്, CB ഷൈൻ ഉണ്ട്, SP ഷൈൻ ഉണ്ട്, ഗ്ലാമർ ഉണ്ട്. അവിടെ 2-3 സ്കൂട്ടർ ഇരിക്കുന്നുണ്ട്. അതുകൂടാതെ പ്ലാറ്റിൻ ഇരിക്കുന്നുണ്ട്. അവിടെ പ്ലാറ്റിൻ ഇല്ല. പ്ലാറ്റിൻ നമുക്ക് ഇപ്പൊ എത്ര സ്റ്റോക്ക് ഉള്ളൂ അല്ലേ? 2 വണ്ടികൾ സ്റ്റോക്ക്. ഒരുപാട് പ്ലാറ്റിൻ ഉണ്ടായത് നമുക്ക് അത്യാവശ്യം സെയിൽ ആയിട്ടുണ്ട്. ഇപ്പൊ ഇനിയും പ്ലാറ്റിന് വരുന്നതാണ്. അടുത്ത ദിവസം വണ്ടികൾ വന്നപ്പോ നമുക്ക് ഏത് രജിസ്ട്രേഷൻ വണ്ടി വേണമെങ്കിലും നമ്മുടെ രജിസ്ട്രേഷൻ ഉണ്ടാവും എല്ലാ വണ്ടിയും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വണ്ടി പരിചയപ്പെട്ടാലോ. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ സ്പ്ലെൻഡർ പ്ലസ് ഇരിക്കുന്നുണ്ട്. 2 സ്പ്ലെൻഡർ പ്ലസ് ആണല്ലേ? ഇതിന്റെ കിലോമീറ്റർ എത്ര? 24,000. അതിന്റെ ആണെങ്കിൽ 30,000. നമുക്ക് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ വരും? ഇതിനൊക്കെ 25 രൂപ ഇറക്കിയുണ്ടാവും. റേറ്റ് എത്ര വരും സ്റ്റാർട്ടിംഗ്? ഇതിന്റെ റേറ്റ് വരുന്നത് 57 രൂപ. 57,000 മുതൽ വരും. ഇത് നമ്മ പറഞ്ഞ CB ഷൈൻ 19 1, 2, 3, 4 ഇരിക്കുന്നുണ്ട്. 4 ആണല്ലേ? CBയുടെ കേസ് പറയുകയാണെങ്കിൽ 2018 മുതൽ 21 വരെയുള്ള വണ്ടികൾ. 2018 മുതൽ 21 വരെ വരുന്നുണ്ട്. 25,000 കിലോമീറ്റർ ഓടി വണ്ടി ഇരിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ഇത് കുറച്ച് ഓടിയിട്ടുണ്ട്. 56,000 കിലോമീറ്റർ. ഇത് 31,000 കിലോമീറ്റർ, ഇത് 21,000 കിലോമീറ്റർ. ഇതൊക്കെ റേറ്റ് സ്റ്റാർട്ടിംഗ് 48 മുതൽ റേറ്റ് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. 48,000 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. ഏകദേശം 20,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ മൈലേജ് ഉള്ള അത്യാവശ്യം മൈലേജ് ഉണ്ട്. 15 മുതൽ 20,000 രൂപ കയ്യിലുണ്ടെങ്കിൽ ഏകദേശം ആ റേറ്റ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റിയ മൈലേജ് വണ്ടികളാണിത്. അത്യാവശ്യം പവർ ഉണ്ട്. 125 cc വരുന്ന വണ്ടികളാണ്. എത്ര cc ആയിരുന്നു ഇത്? 125. SP ഷൈൻ ആയാലും CB ഷൈൻ ആയാലും 3 അല്ലേ? 3 അല്ല, 1, 2, 3, 9 വണ്ടിയുണ്ട്. എത്ര ഉണ്ടായിരുന്നു? 9 വണ്ടി ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ എത്രയാണ് കൊടുക്കാൻ പറ്റും? ഇതൊക്കെ റേറ്റ് സ്റ്റാർട്ടിംഗ് 67 രൂപ മുതൽ റേറ്റ് സ്റ്റാർട്ടിംഗ് 67,000 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. വണ്ടിയുടെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ വണ്ടികളാണല്ലോ. അതെ, എല്ലാ വണ്ടിയും ഡിസ്ക് കാര്യങ്ങൾ ഡിസ്ക് ഇല്ലാത്തതുകൊണ്ട് ഡിസ്ക് ഉള്ള വണ്ടികളും ഉണ്ട്. ഇവിടുന്ന് ഏത് വണ്ടി എടുത്താലും നമ്മൾ ആദ്യം പറഞ്ഞ ഓഫർ ഉണ്ടാവില്ല. ഇന്ന വണ്ടി ഒന്നുമില്ലല്ലോ. ഇല്ല, ഏത് വണ്ടിക്കായാലും ഈ പറഞ്ഞ ഓഫറുകളും കാര്യങ്ങളും എന്തായാലും. അതായത് നമ്മുടെ ഓഫർ ഒന്നുകൂടി പറയാം, ഇടയ്ക്ക് കാണുന്നവർക്ക് കേൾക്കണമല്ലോ. അതായത് നമുക്ക് വണ്ടിക്ക് 6 മാസം ഫുൾ വാറണ്ടി കൊടുക്കുന്നില്ലേ? 6 മാസം ഫുൾ വാറണ്ടി, പിന്നെ ഫുൾ ടാങ്ക് പെട്രോൾ, പിന്നെ എന്തായിരുന്നു ഓഫർ? പിന്നെ പേരുമാറൽ കാര്യങ്ങൾ, പിന്നെ പേപ്പേഴ്സ് ഫുൾ ക്ലിയർ ആയിരിക്കും. ഫുൾ ക്ലിയർ ആയി കൊടുക്കുന്നതായിരിക്കും. 2 ഹെൽമെറ്റ് ഉണ്ടാവും. ശരി. പിന്നെ പറഞ്ഞു, പിന്നെ 2 ഹെൽമെറ്റ് ഉണ്ടാവും. 2 ഹെൽമെറ്റ് കൊടുക്കോ? 2 ഹെൽമെറ്റ്. അതായത് ഓടിക്കുന്ന ആൾക്കും ബാക്കി എടുക്കുന്ന ആൾക്കും ഹെൽമെറ്റ് കൊടുക്കുന്ന ഷോപ്പാണല്ലേ? അതെ. പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ ഏകദേശം 1 ഹെൽമെറ്റേ കൊടുക്കാറുള്ളൂ. നമ്മൾ 2 ഹെൽമെറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഹീറോ ഗ്ലാമർ ഇരിക്കുന്നുണ്ട്. 1, 2, 3 ഗ്ലാമർ ഇരിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ എത്ര കിലോമീറ്റർ ഉണ്ടാവും? കിലോമീറ്റർ ഒക്കെ നോക്കണമെങ്കിൽ നോക്കാലോ. കിലോമീറ്റർ നോക്കാൻ നേരത്ത് 32,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് എത്രയാണ് കൊടുക്കാൻ പറ്റും? റേറ്റ് എത്ര വരും? ഇതിന്റെ റേറ്റ് വരുന്നത് 63 രൂപ റേറ്റ് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. ഏകദേശം ഒരു 25 രൂപ ഡൗൺ പേയ്മെന്റിലൊക്കെ ഇറക്കാൻ പറ്റിയ മൈലേജ് ഉള്ള വണ്ടികളാണ്. ഓക്കെ, ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് എൻക്വയറി ഉള്ള പാഷൻ പ്രോ 1, 2, 4 അവിടെ ഉണ്ടോ? ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8 8 അല്ലേ? 9 വണ്ടി ഇരിക്കുന്നുണ്ടല്ലേ? പാഷൻ പ്രോ. നമുക്ക് ഇതൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് എത്ര വരും? ഇതൊക്കെ റേറ്റ് സ്റ്റാർട്ടിംഗ് 46 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് വരും. 46,000 രൂപ സ്റ്റാർട്ടിംഗ് വരും. വണ്ടിയുടെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ വീണ്ടും പറയുകയാണ്, കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും കാണാനില്ല. ടയറെല്ലാം പക്കയാണ്.
പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മ പക്കയായിട്ടാണ് വണ്ടി കൊടുക്കാറുള്ളൂ. പിന്നെ വാറണ്ടി കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. പിന്നെ വണ്ടി എല്ലാം സെലക്ട് ചെയ്ത് വെച്ചാൽ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് എന്തെങ്കിലും പോരായ്മ തോന്നുന്നെങ്കിൽ പരിഹരിച്ചു കൊടുക്കാം. ചെറിയ രീതിയിൽ എന്തെങ്കിലും മിസ്സിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് പരിഹരിച്ച് കുട്ടപ്പനായിട്ട് കൊടുക്കുന്നതായിരിക്കും. ഇങ്ങോട്ട് വരാൻ നേരത്ത് നമ്മ പറഞ്ഞ പോലെ ഗ്രാസി അല്ലേ 125 ഗ്രാസി 3 വണ്ടിയുണ്ട്. 3 കിടിലൻ ഗ്രാസി ഇരിക്കുന്നുണ്ട്. കണ്ടീഷൻ പറയുകയാണെങ്കിൽ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. കിടിലൻ വണ്ടിയാണ്. അതെ, നമുക്ക് ഇത് എത്ര റേറ്റ് വരുന്നുണ്ട്? 2019 വണ്ടി ലോ കിലോമീറ്റർ വണ്ടികളാണ്. ഇതിന്റെ റേറ്റ് സ്റ്റാർട്ടിങ് 67 രൂപ, 67,000 രൂപ സ്റ്റാർട്ടിങ് വരും. വണ്ടിയെല്ലാം കിടിലൻ വണ്ടികളല്ലേ, ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടികൾ എടുക്കാൻ പറ്റുന്നതാണ്. അതെ. അപ്പൊ ഇത്രയും വണ്ടികളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ പറയാനുണ്ടായിരുന്നു. നമ്മൾ എല്ലാ വണ്ടികളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നില്ലേ? അതെ, എല്ലാ വണ്ടികളും. ഓക്കെ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞേക്കാമോ? പല ആൾക്കാരും വന്നിട്ട് ലൊക്കേഷനിൽ കുറച്ച് കൺഫ്യൂഷൻ പറയുന്നുണ്ട്. ആദ്യമേ പറഞ്ഞ പോലെ കറക്റ്റ് തൃശ്ശൂർ ജില്ലയിൽ കയ്പമംഗലം 3 പീടികയാണ് വരുന്നത്. അപ്പൊ ഒരാള് ഉദാഹരണത്തിന് എറണാകുളത്ത് വരികയാണെങ്കിൽ എവിടെ ഇറങ്ങണ്ടോ? 3 പീടിക, ഗുരുവായൂർ ബസ് 3 പീടിക. അതായത് പ്രോപ്പർ തൃശ്ശൂരിലേക്ക് എത്തണ്ട, തൃശ്ശൂർ ജില്ലയെന്ന് പറയുന്നതാണ്. പ്രിയദർശിനി സർവീസ് സെന്ററിന് ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടുന്നതാണ്. ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ കൊണ്ട് നിൽക്കുന്നത്. ഞങ്ങളൊക്കെ ആദ്യം വന്ന സമയത്ത് കറക്റ്റ് ഗൂഗിൾ മാപ്പ് പ്രിയദർശിനി സർവീസ് സെന്ററിന് അടിച്ചാൽ കറക്റ്റ് കിട്ടും. ഓക്കെ. പിന്നെ നമ്മുടെ ഡെലിവറിയുടെ കേസ് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഡെലിവറി നമുക്ക് അടുത്തുള്ളവർക്കൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. ദൂരമുള്ളവരാണെങ്കിൽ ദൂരമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാം. അപ്പോൾ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ വേറെ എല്ലാവരും വരാം. ഓണമൊക്കെ ആഘോഷിക്കുക. ഓണത്തിന് അത്യാവശ്യം നിങ്ങൾക്ക് ചെത്തി പൊളിക്കാൻ പറ്റിയ എല്ലാ വണ്ടികളും. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് പറയാനുള്ളത്. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച മുന്നാസിന് നന്ദി പറയുന്നു. അപ്പൊ പുതിയൊരു വാഹന സംബന്ധമായ വീഡിയോ വരുന്നൊരു ബൈ കൊടുത്താലും ബൈ.